everybody, welcome back to our channel Innus Recipe. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൂപ്പൊക്കെ കുടിക്കാൻ ആർക്കാലേ ഇഷ്ടമല്ലാത്തത്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹോട്ട് ആൻഡ് സ്വീറ്റ് സൂപ്പായിട്ടുള്ള ചിക്കൻ കോൺ സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ 2 കോണാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ പച്ചയായിട്ടുള്ള കോൺ വാങ്ങിയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് 2 പോർഷനാക്കി വയ്ക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ നീക്കി വയ്ക്കുക. ഇത് നമുക്ക് അരച്ച് ഇതിലേക്ക് സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, തിക്നെസ്സിന് വേണ്ടി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചിക്കനാണ്. ചിക്കൻ്റെ കുറച്ച് മാംസമുള്ള ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് മാംസവും എല്ലും എല്ലാം എടുത്തിട്ടുണ്ട്. ചിക്കനും കോണും എപ്പോഴും ഈക്വലായിട്ട് എടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് തിക്നെസ്സിന് വേണ്ടി കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. പിന്നെ മുട്ടവെള്ളം. ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി മട്ടൻ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കുന്നത് പോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, അതുപോലെ 4 അല്ലി ചുമന്ന ഉള്ളി, ഓളായിട്ടുള്ള കുരുമുളക്, കുറച്ച് മല്ലിയില, ഇത്രയും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. എല്ലാം വലിയ പീസസായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്. അതുപോലെ കുരുമുളക് ചതച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഇതൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ ഉണ്ടാക്കുന്നതിലും നല്ലത് എപ്പോഴും പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ചിക്കൻ നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വച്ചിരിക്കുന്നതാണ്. അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന സാധനങ്ങളും കുരുമുളകും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ചിക്കൻ ഒന്ന് വെന്ത് വരണമെങ്കിൽ മിനിമം 5 ഗ്ലാസ് നോർമൽ വാട്ടറാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. 5 ഗ്ലാസ് എങ്കിലും ഒഴിക്കണം എന്നേ ഉള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. അത്ര മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എത്ര വെള്ളം ഒഴിച്ചാലും 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ സൂപ്പൊക്കെ കുടിക്കുന്ന സമയത്താണല്ലോ ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കുക. ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നല്ല പോലെ വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് ഇതുപോലെ വച്ചേക്കാം. 20 മിനിറ്റൊക്കെ വന്ന് കഴിയുമ്പോൾ വന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതിലെ ഫുള്ള് എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് നെയ്യെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ദശയെല്ലാം നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമുക്കതൊരു ക്ലിയർ സൂപ്പായിട്ട് എടുക്കണം. അതിന് വേണ്ടി ഒന്ന് സ്ട്രെയിൻ ചെയ്ത് നമ്മുടെ പീസസ് ഒക്കെ മാറ്റണം. ഇപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ക്ലിയർ സൂപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ചിക്കൻ സൂപ്പായി മാറും. അപ്പോൾ ഞാനിതിങ്ങനെ വറ്റിച്ചെടുക്കുവാണ് ആദ്യം. നമ്മളുണ്ടാക്കുന്ന ചിക്കൻ കോൺ സൂപ്പാണല്ലോ. ഞാനിത് നല്ല തിക്കായിട്ടുള്ള സൂപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഒരു ഫുൾ ചിക്കനെ ഞാൻ ഒരു ബൗളിലേക്ക് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് വറ്റിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ വറ്റിച്ചെടുക്കുക. ഏറ്റവും കുറുകിയിരിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം ഞാൻ ഒരു 5 മിനിറ്റും കൂടി വയ്ക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏകദേശം വറ്റിയിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മൾ അരച്ചു വെച്ച കോൺ ഉണ്ടല്ലോ, 3 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിരുന്നല്ലോ, അത് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം സ്ട്രെയിൻ ചെയ്തെടുത്ത ചിക്കൻ, ബാക്കി ഇഞ്ചി അതുപോലെ കുരുമുളകൊക്കെ മാറ്റിയേക്കുക. എന്നിട്ട് ഈ ചിക്കൻ മാത്രം എടുത്ത് ഇതുപോലെ പിച്ച് വെച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുക. എല്ലിൻ്റെ പീസൊന്നും ഇടണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഈ ചിക്കനൊക്കെ. ഞാനിപ്പോൾ വലിയ പീസായിട്ട് കട്ട് ചെയ്തു. അതുപോലെ ബോൺസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി കോണും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കോൺ ഒരു 5 മിനിറ്റ് വെന്താൽ മതി. ഒത്തിരി ഓവർ കുക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഇത് സൂപ്പ് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് 5 മിനിറ്റ് മുന്നേ മാത്രം ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ സൂപ്പ് നല്ല തിക്കായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ തിക്നെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിരുന്നത് കലക്കി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ചുവ വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇത് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ഒരു മുട്ടയുടെ വെള്ള. അപ്പോൾ അത് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പൊക്കെ കഴിക്കുമ്പോൾ അതിൽ വെളുത്തൊരു പാട പോലെ നല്ല ടേസ്റ്റി ആയിട്ട് കാണാറുണ്ട്. അത് ഈ മുട്ടവെള്ളയാണ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വേണം എടുക്കാൻ. അതുപോലെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്, നൂല് പോലെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ പതിയെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇതുപോലെ നല്ലപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. ഇപ്പം തിളച്ച് നല്ലപോലെ ഇത് കുറുകി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ സൂപ്പിൻ്റെ തിക്നെസ്സിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ പീസസ് ഒത്തിരി റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ കാണാറില്ല. അപ്പോൾ അത് വേണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യാം. ഇതുപോലെ അടച്ചു വെച്ചൊന്ന് വേവിച്ച് 5 മിനിറ്റ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്താലോ. ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ സൂപ്പ് ട്രാൻസ്ഫർ ചെയ്യാണ്. നല്ല ചൂടൊക്കെ പറക്കുന്നുണ്ട്. സൂപ്പ് എപ്പോഴും നല്ല ചൂടോടെ തന്നെ കുടിക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ഉപ്പല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനത് ഒരു ബൗളിലേക്കുള്ള ഒരു സൂപ്പാക്കി വറ്റിച്ചെടുത്തതുകൊണ്ട് കറക്റ്റാണ്. ഉപ്പ് വളരെ കറക്റ്റായിരുന്നു. അപ്പോൾ വേണമെന്നുള്ളവർ മാത്രം ആഡ് ചെയ്യുക. ഞാൻ കുരുമുളക് പൊടി മല്ലിയിലയും മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മാത്രം മതി. നല്ല ചൂടോടെ കഴിക്കുക. ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പമ്പ കിടക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറച്ച് കുരുമുളകിൻ്റെ എരിവും അതുപോലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റും ഉണ്ട്. നമ്മൾ മുട്ടവെള്ളം ഒഴിച്ചത് കണ്ടോ പാട പോലെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ. ബൈ ബൈ.